ബാക്ക് ടു ടുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും ടുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ചക്കക്കുരുവിൻ്റെ കറിയാണ്. ഇത് നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ്. നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒഴിച്ചുകൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ കുറേ ചക്കക്കുരു ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് അധികം മൂക്കാത്ത കുരുവാണ്. പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പോകും. അപ്പോൾ ഇതുപോലെ നുറുക്കി നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. ഞാനൊരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളരിക്ക, എന്താ പറയുന്നത്, മുരിങ്ങയ്ക്ക അതൊക്കെ ചേർക്കാം. പക്ഷേ ഇപ്പം നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ്. ഇതിപ്പം കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് എടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ചക്കക്കുരു വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെയിറ്റൊക്കെ എടുത്തു. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടൊക്കെ ഉണ്ടോയെന്ന്. നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിതൊന്ന് ഉടച്ചും കൂടെ എടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും നമ്മളിങ്ങനെ ഒന്ന് ഉടയ്ക്കുമ്പം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കട്ടിയുള്ള തവി വെച്ച് നമുക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊരു ഒഴിച്ചുകൂട്ടാനായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നീണ്ടാണ് ഇരിക്കേണ്ടത്. ഇത്തിരി വെള്ളം കൂട്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് ചോറിനൊപ്പം കഞ്ഞിക്കൊക്കെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുളിക്ക് ആവശ്യമുള്ളത് മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം ഇതിൽ മാങ്ങ ചേർക്കാൻ. അപ്പോൾ ഞാൻ ഇത്രയും മാങ്ങയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുകയാണേ. മാങ്ങ വേകുന്ന സമയത്ത് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇതായിപ്പം ഞാൻ അരപ്പ് അരച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഇട്ട ശേഷം നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതായിപ്പം മാങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ അധികം വെന്ത് പോയിട്ടില്ല, എന്നാൽ അത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്കിനി അരപ്പ് ചേർക്കാൻ. ഇപ്പം നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് കൊടുക്കുകയാണ്. മുഴുവനും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അരപ്പിൻ്റെ കൂടെ തന്നെ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇത് നമ്മളൊരു ഒഴിച്ചുകറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഒഴിച്ചുകറിയാകുമ്പോൾ കുറച്ചൊന്ന് നീണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അധികം അതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി അധിക സമയം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ കടുകും മുളകും കറിവേപ്പിലയും ഇടുവാണേ. അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി മൂപ്പിച്ചിട്ടുണ്ട്. നമുക്കിതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉള്ളി വെളിച്ചെണ്ണയ്ക്കകത്ത് മൊരിയുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടുമ്പം ഒരു നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ചക്കക്കുരുവിൻ്റെ കറിയാണ്. ഇത് നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ്. നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം.
നമ്മുടെ കറി ഞാനൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ രുക്മ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. കൂടുതലും ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.